ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആരുസ് മാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മെഡിസിൻ കവർ ഇല്ലേ, അങ്ങനത്തെ മെഡിസിൻ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഹോം ഡെക്കർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ വെറുതെ കളയുന്ന സാധനം കൊണ്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട് അതുകൊണ്ട് നമുക്ക് അലങ്കരിക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അത് പ്രസ് ചെയ്താലേ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള മെഡിസിൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറുകളാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചത്. കുറച്ച് അധികം എണ്ണം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും ചെയ്യുമ്പോൾ. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇനി കളക്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ നീണ്ട ടൈപ്പിൽ വരുന്ന മെഡിസിൻ കവറുകളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് കളക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് അധികമായതിനു ശേഷം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ആ പുറത്തോട്ട് വെക്കുന്ന ആ മെഡിസിൻ ഇരിക്കുന്ന ആ ക്യാപ്പ് പോലുള്ളതല്ലേ, അത് മാത്രം നമുക്ക് മതി. ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് എല്ലയിലുണ്ടായിരുന്ന എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തു. ഇപ്പം നല്ല ഗ്ലാസ് പോലെ എല്ലാം ഇരിപ്പുണ്ട്. ഇനി ഇതിൽ എല്ലാത്തിലും നന്നായിട്ട് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 4 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റെഡും ഓറഞ്ചും യെല്ലോയും അതുപോലെ തന്നെ ക്രീം കളറും കൂടെ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ബോട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആക്രിലിക് കളേഴ്സ് ഇല്ലേ, അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്പ്രേ പെയിൻറ്റ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ള കളർ വെച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പം ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ 12 എണ്ണം വീതം ഞാൻ 4 സെക്ഷനാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 12 എണ്ണം റെഡും അതുപോലെ തന്നെ 12 എണ്ണം ഓറഞ്ചും പിന്നെ 12 യെല്ലോ പിന്നെ 12 എണ്ണം നമ്മുടെ ക്രീം കളർ. അങ്ങനെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കുമ്പോൾ അത് ഓർഡറൊക്കെ മാറിപ്പോകും. ഒരു ഓർഡർ വെച്ചതിന് ശേഷം ചെയ്തെടുക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ച മെഡിസിൻ കവർ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതവിടെ നിന്ന് ഡ്രൈ ആവട്ടെ. പിന്നെ നമുക്ക് ഒരു സ്റ്റിക്ക് വേണം. ഈ മെഡിസിൻ കവർ ഒട്ടിച്ചു വയ്ക്കാനായിട്ട് സ്റ്റിക്ക് വേണ്ടേ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ കമ്പിയാണ്. 6 എണ്ണം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കമ്പി എടുക്കണമായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് വളച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പി എടുക്കുക. അതിനുശേഷം ഇത് എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീണ്ട ഒരു സാധനം എടുക്കുക. റോളായിട്ടുള്ള ഒരു സാധനം എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ അടിച്ചു വരുന്ന ചൂലില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ നമ്മൾ പിടിക്കുന്ന ആ നീണ്ട സംഭവമില്ലേ, അതിൽ പിടിച്ചതിന് ശേഷം ഈ നമ്മുടെ കമ്പി അതിലിങ്ങനെ റോൾ ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ അതോടെ അങ്ങനെ വളഞ്ഞ് ഇരുന്ന് കിട്ടും. അതേപോലെ തന്നെ 6 കമ്പിയും ചെയ്തെടുക്കുക. ഇത് പ്ലെയിൻ ആയിട്ടുള്ള കമ്പി ആയതുകൊണ്ട് നമുക്കിതിൽ നന്നായിട്ട് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. നമ്മുടെ കമ്പികൾ ഇപ്പോൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഉണക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻ കവേഴ്സും നന്നായിട്ട് ഉണങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിയിലേക്ക് ഇതെല്ലാം കൂടെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് നല്ലത്. ഫെവിക്കോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചപ്പോഴാണ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഒട്ടി സ്ട്രോങ് ആയിട്ട് ഇരുന്നത്. ഇതേപോലെ നമ്മളെടുത്ത് നമ്മുടെ കമ്പിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ
ഫുള്ള് ചെയ്ത് ഒരു ബോട്ടിൽ ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചെണ്ണം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ കയ്യിൽ ഇത്രയും മെഡിസിൻ കവേഴ്സും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത്. നിങ്ങൾ കുറച്ചെണ്ണം കളക്ട് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ കുറച്ചെണ്ണം കുറച്ച് നീളത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഏതെങ്കിലും കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ, കുറച്ച് ഹൈറ്റായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.